بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم بنعمتك العظمى صل على الحبيب محمد وآله كما أعلنت وسلم. ربنا زد لنا علما نافعا وعملا متقبلا ورزقا حلالا طيبا وعمرا في طاعتك طويلا. ബഹുമാന്യരെ, ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു അൻഹു അവരുടെ ഹിഫ്ള്, ഒരു വിഷയം മനഃപ്പാഠമാക്കാൻ, ബൈഹാർട്ടാക്കാൻ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതായ ആ മഹാ സൗഭാഗ്യം, അതിൽ നിന്ന് ചില കാര്യങ്ങളും അവരെ മശായിഖന്മാർ, ഉസ്താദന്മാർ അവരെ വർണ്ണിച്ച ചില കാര്യങ്ങളുമാണ് പറയുന്നത്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി കുട്ടിയായിരിക്കുന്ന കാലം 11 വയസ്സ് തികയുന്നതിൻ്റെ മുമ്പ് 70,000 ഹദീസ് മനഃപ്പാഠമാക്കിയിരുന്നു. ആ മനഃപ്പാഠമാക്കിയതിൻ്റെ സ്വഭാവം, ഒരു ഹദീസ് ചോദിച്ചാൽ സാധാരണ കുട്ടികൾ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതും പോലെ മഹാനവർക്ക് പറയാൻ കഴിയുമായിരുന്നു. മഹാനവറുകൾ ഒരു കിതാബിൽ ഒരു തവണ നോക്കിയാൽ അത് നോക്കുന്ന പേജുകൾ മുഴുവനും മനഃപ്പാഠമാക്കുന്നവരായിരുന്നു. ഇന്ന് നമുക്കത് കാണാൻ കഴിയുന്നത് ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന മെഷീനുകളിലോ പ്രിൻ്ററുകളിൽ നിന്നോ മാത്രമാണ്. ആ മെഷീൻ്റെ മുമ്പിൽ കോപ്പി വെച്ച് കൊടുത്താൽ അതിനക്ക് സ്ക്രീനിൽ ലൈറ്റ് തെളിഞ്ഞാൽ അത് അതേമാതിരി മറ്റേ പേപ്പറിൽ പതിയുന്നത് പോലെ മഹാനവറുകൾ ഒരു പേജ് നോക്കിയാൽ ആ പേജിലുള്ളത് മുഴുവനും അവിടെ ഹൃദയത്തിൽ പതിയുമായിരുന്നു. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി അവരുടെ 2 ശിഷ്യന്മാർ, 2 ശരീക്കന്മാർ പറയാണ്. ഹാസിദ് ബിൻ ഇസ്മായിൽ എന്നവരും അവരുടെ മറ്റൊരു ശരീക്കും, ബുഖാരി ഇമാമിൻ്റെ കൂടെയുള്ള 2 ആളുകൾ, ഞങ്ങൾ ഹദീസ് പഠിക്കാൻ വേണ്ടി മശായിഖന്മാരുടെ അടുക്കലേക്ക് പോകും. അങ്ങനെ മശായിഖന്മാരിൽ നിന്ന് ഹദീസ് ഞങ്ങൾ പഠിക്കുമ്പോൾ ഉസ്താദന്മാർ പറഞ്ഞു തരുന്നത് ഞങ്ങൾ 2 ആളും എഴുതി വെക്കും. ഇമാം ബുഖാരി ഒന്നും തന്നെ എഴുതൂല. ഞങ്ങൾ അവരോട് പറയും, നീ ഇങ്ങനെ എഴുതാതെ നിന്നാൽ ഈ പഠിച്ചതെല്ലാം മറന്നു പോകൂലേ? ഇത് പരിശുദ്ധ ഇസ്ലാമിലെ അടിസ്ഥാനമായ ഹദീസുകളല്ലേ? ഇത് എന്നെന്നും ആവശ്യമുള്ളതല്ലേ? ഇന്ന് പഠിച്ചത് നാളെ ഓർമ്മയില്ലാതെ ആയാൽ, മറ്റന്നാളത്തെ അനുഭവിച്ചത് ഓർമ്മയില്ലാതെ ആയാൽ ഇങ്ങനെയുള്ള ഈ അവസ്ഥ പറ്റൂലല്ലോ. ഇത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ അടിസ്ഥാനമല്ലേ? അത് ഹിഫ്ള് വേണം, അത് നിർബന്ധമായും ഒഴിവായി പോകരുത്. ഹിഫ്ളാക്കാനുള്ള മാർഗമാണ് എഴുതി വെക്കുക എന്നുള്ളത് എന്ന് അവരങ്ങനെ ഉപദേശിക്കും. കാരണം അവർ 2 ആളും കുറച്ച് ഹാസിദ് ബിൻ ഇസ്മായിൽ എന്നവരും മറ്റേ ആളും കുറച്ച് മൂപ്പുള്ള ആളുകളാണ്, ഞാൻ ചെറിയ കുട്ടിയാണ്. അങ്ങനെ ഒരു ദിവസം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ 2 ആളും കുറേ എഴുതി വെച്ചല്ലോ, ആ എഴുതി വെച്ചൊക്കെ ഒന്ന് കാണിച്ചു തരീന്ന് പറഞ്ഞു.
അങ്ങനെ നോക്കുമ്പം ആ എഴുതി വച്ചത് ഏകദേശം 15,000 ഹദീസുകളുണ്ട്. മുമ്പ് നാം പറഞ്ഞിട്ടുണ്ട്, ഹദീസിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ ഉസ്താദന്മാർ വ്യത്യാസപ്പെടുന്നതനുസരിച്ച്, സനദുകൾ മാറുന്നതിനനുസരിച്ച് ഹദീസിൻ്റെ എണ്ണം കൂടും. അപ്പോൾ ഇമാം ബുഖാരി പറഞ്ഞു, എന്നാൽ നിങ്ങൾ നോക്കുക, നിങ്ങൾ ഏടിലേക്ക് നോക്കി ഞാനത് ഓതിത്തരാം, വായിച്ചു തരാം, കാണാതെ ഞാനത് പറഞ്ഞു തരാം. അങ്ങനെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഓരോരോ ദിവസവും അവർ പഠിച്ചത് ഇമാം ബുഖാരി മനസ്സിൽ നിന്നെടുത്ത് അങ്ങനെ പറഞ്ഞു. അവരുണ്ടാവും അവരുടെ പുസ്തകം നോക്കുക. അവർ പറയാണ്, ഞങ്ങൾ എഴുത്തിലുള്ള തെറ്റുകളെല്ലാം ഞങ്ങൾ തിരുത്തി. അങ്ങനെ അവർ പറയാണ്, അന്നാണ് ഞങ്ങൾക്ക് അവരോട് ഇമാം ബുഖാരി പറഞ്ഞു, നിങ്ങൾ രണ്ടാളും മനസ്സിലാക്കുന്നോ, അന്നീ അഖ്തലിഫു ഹദ്റാ വ ഉളിയു അയ്യാമി, ഞാൻ വെറുതെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മശായിഖന്മാരടുത്ത് പോകുകയാണെന്നും എൻ്റെ കാലങ്ങളെ ഞാൻ വെറുതെ നഷ്ടപ്പെടുത്താൻ വിചാരിക്കുന്നോ? അവർ പറയാണ്, ഞങ്ങൾ അന്ന് തീരുമാനിച്ച കാര്യമാണ്, ഇവരെക്കാളും വലിയ ഒരാള് ഇനി ലോകത്ത് വരാനില്ല എന്ന് ഞങ്ങൾക്ക് അന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഒരു വഴിയിലേക്ക് നടന്നു പോകുമ്പോൾ ആ നാട്ടിലുള്ള മഅരിഫത്തിൻ്റെ അഹ്ലുകാരെല്ലാം ഇമാം ബുഖാരിയുടെ പിന്നിൽ കൂടും. ഇമാം ബുഖാരിയാണെങ്കിൽ വളരെ ചെറുപ്പക്കാരനാണ്. അങ്ങനെ എല്ലാവരും കൂടി ഇമാം ബുഖാരിയുടെ വഴിയിലോ എവിടെയാണോ സൗകര്യം കിട്ടിയത് അവിടെ പിടിച്ചിരുത്തും. അങ്ങനെ ഹദീസിനെ പഠിക്കും. ഹദീസ് ഇമാം ബുഖാരിയോട് ചോദിക്കും. അത് ചിലപ്പോൾ 1000-ലേറെ ആളുകൾ ഉണ്ടാകും. ഇമാം ബുഖാരിയാണെങ്കിൽ വക്കാന ഷാബാ, ചെറിയ കുട്ടിയായിരുന്നു. ഈ പറഞ്ഞതെല്ലാം അല്ലാമിഇൻ്റെ മുഖദ്ദിമയിൽ ഈ വിഷയം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഫത്ഹുൽ ബാരിയിലുമുണ്ട്, മുഖദ്ദിമത്ത് ഫത്ഹുൽ ബാരിയിൽ. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരിയുടെ ഒരു കാര്യമായ ഉസ്താദാണ് മുഹമ്മദ് ബിൻ സല്ലാം അൽ ബൈഖന്ദി എന്ന് പറയുന്ന മഹാൻ. അവരുടെ അടുക്കലേക്ക് അന്നത്തെ കാലത്തെ വലിയ മഹാൻ കയറി വന്നു. ആ മഹാനോട് മുഹമ്മദ് ബിൻ സല്ലാം എന്നവർ പറയാണ്, നിങ്ങൾ കുറച്ച് മുമ്പ് കണ്ടു വരികയാണെങ്കിൽ ഒരു ചെറിയ കുട്ടിയെ നിങ്ങൾക്ക് കാണാമായിരുന്നു. ആ കുട്ടിക്ക് 70,000 ഹദീസ് മനപ്പാടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ കയറി വന്ന മുഹമ്മദ് ബിൻ അബു ഹാത്തിം സുലൈമാൻ ബിൻ മുജാഹിദ് എന്ന് പറയുന്ന മനുഷ്യനായിരുന്നു ആ കയറി വന്നത്, മഹാനാണ്. അവർ പറഞ്ഞു, എനിക്ക് ആ കുട്ടിനെ ഒന്ന് കാണണം. അങ്ങനെ കാണാൻ വേണ്ടി തിരഞ്ഞു നടന്നു. അങ്ങനെ ഇമാം ബുഖാരിയെ കണ്ടെത്തിയപ്പോൾ ആ ബുഖാരിയോട് ഈ ഉസ്താദ് ചോദിച്ചു, അന്തല്ലദീ തഖൂലു അന അഹ്ഫദു 70,000 ഹദീസ്, നീയാണോ കുട്ടിയെ നിനക്ക് 70,000 ഹദീസ് ഹിഫ്ളുണ്ട് എന്ന് പറയുന്നത്? ഇമാം ബുഖാരി പറഞ്ഞു, 70,000 ഉണ്ട്, വഅക്സറു, കുറച്ച് കൂടുതലുണ്ട്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോട് ചോദിക്കാം, സ്വഹാബത്ത് താബീങ്ങളുടെ മൗഖൂഫായ ഏതൊരു ഹദീസ് ഞാൻ പറയുകയാണെങ്കിലും ആ സ്വഹാബി ഇന്ന ഭാഗത്താണ് ജനിച്ചത്, അവിടെ വഫാത്ത് ഇന്ന ഭാഗത്താണ്, അവരുടെ പ്രവർത്തനങ്ങൾ ഇന്ന രീതിയിലായിരുന്നു എന്നവിടെ മുഴുവൻ സീറയും എനിക്കറിയാം. അതുപോലെ താബീങ്ങളിൽപ്പെട്ട ഒരാളുടെ ഹദീസ് ഞാൻ പറയുകയാണെങ്കിൽ ആ താബീഇൻ്റെ മുഴുവൻ ചരിത്രം, എവിടെ ജനിച്ചു, എവിടെ വഫാത്തായി, എവിടെല്ലാമാണ് അവർ താമസിച്ച് പഠിച്ചത്, എന്തായിരുന്നു അവരുടെ പ്രവർത്തന മേഖല എന്നെല്ലാം പറയാൻ എനിക്ക് അറിയും. ഏതെങ്കിലും സ്വഹാബത്ത് മൗഖൂഫായ വല്ല ഹദീസുകളും പറയുന്നുണ്ടെങ്കിൽ അത് എപ്പോൾ അവർ പറഞ്ഞു, ഏത് സാഹചര്യത്തിൽ പറഞ്ഞു
എന്നും അതവർ പറയാനുള്ള ദലീലെന്ത് എന്ന് പരിശുദ്ധ ഖുർആൻ സുന്നത്തിൽ നിന്ന് എനിക്കറിയുകയും ചെയ്യും എന്ന് മഹാനവർകൾ പറഞ്ഞു. ഇമാം ബുഖാരിയുടെ സെക്രട്ടറി പറയാണ്, റജാഉൽ ഹാഫിൽ എന്ന് പറയുന്നൊരു മഹാമനുഷ്യനുണ്ട്. ഹാഫിളാണെങ്കിൽ ലക്ഷക്കണക്കിന് ഹദീസുകൾ ഹിഫ്ളുവിനെ പറ്റി ചർച്ചകൾ വരാൻ പോകുന്നുണ്ട്. മഹാനവർകൾ റജാ എന്നവർ പറയാണ്, ഞാൻ ഇമാം ബുഖാരി അടുക്കലേക്ക് ചെന്നു. ആ ചെല്ലുന്ന വിവരം ഞാൻ ഈ ബുഖാരിക്ക് വിവരം കൊടുത്തു. കാരണം ബുഖാരി ഇമാമ് വലിയ ആളായി നടക്കുന്ന ഒരാളായത് കൊണ്ട് തന്നെ അത് പരിശോധിക്കണം എന്ന് മനസ്സിലാക്കിയാണ് റജാ എന്നവർ വരുന്നത്. അങ്ങനെ ഇമാം ബുഖാരി അടുക്കലേക്ക് വന്നപ്പോൾ ചോദിച്ചു, നിങ്ങൾ ഞാനുമായി സംസാരിക്കാൻ ഏതെല്ലാം വിഷയമാണ് നിങ്ങൾ നോക്കി വെച്ചിട്ടുള്ളത്? ഏതെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ കണ്ടുവച്ചിട്ടുള്ളത്? ഏതെല്ലാം വിഷയത്തിലേക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണ് ഞാനുമായി സംസാരിക്കാൻ നിങ്ങൾ ഒരുങ്ങിയിട്ടുള്ളത് എന്ന് ഇമാം ബുഖാരിയോട് റജാഉൽ ഹാഫിൾ പറഞ്ഞപ്പോൾ ഇമാം ബുഖാരി പറഞ്ഞു, ഞാൻ അതിനായിട്ട് പ്രത്യേക ഒരുക്കാനൊന്നും ഒരുങ്ങിയിട്ടില്ല. നിങ്ങൾക്ക് ഏത് വിഷയമാണോ മുഴുവൻ ചോദിച്ചോളി. എല്ലാ വിഷയത്തിലും എനിക്കൊരു കഴിവുണ്ടാകും. എനിക്ക് മുൻകൂട്ടി ഒരുങ്ങേണ്ട ആവശ്യത്തിന് മറവില്ല ആളല്ല ഞാൻ. അങ്ങനെ റജാ എന്നവർ ഇമാം ബുഖാരിയുമായി പല കാര്യങ്ങളും സംസാരിച്ചു അവസാനം റജാ എന്നവർക്ക് ഒന്നും പറയാനില്ലാത്ത, ചോദിക്കാൻ കിട്ടാത്ത അവസ്ഥയിലേക്കെത്തി. അപ്പം ഇമാം ബുഖാരി പറഞ്ഞു, നിങ്ങൾക്കിനി വല്ല കാര്യങ്ങളും ഈ വിഷയം മാറിയിട്ട് മറ്റൊരു വിഷയത്തിലേക്ക് കടക്കണമെങ്കിൽ അങ്ങോട്ട് കടക്കാം. ഈ വിഷയം നിങ്ങൾക്ക് ചോദിച്ചു തീർന്നെങ്കിൽ മറ്റൊരു വിഷയത്തിലേക്ക് കടക്കാം, ഞാൻ റെഡിയാ. അപ്പം റജാ എന്നവർ പറയാണ്, വളരെ ലജ്ജ തോന്നി വാക്ക് കേട്ടപ്പോൾ എനിക്ക് നാണവും വന്നു. അതുകൊണ്ട് ഞാൻ നമ്മൾ നോക്കുമ്പോൾ മറ്റൊരു വിഷയത്തിലേക്ക് പ്രവേശിക്കുക. അപ്പം ഇമാം ബുഖാരി പറഞ്ഞു, എന്നാൽ നിങ്ങൾ ചോദിക്കുക. അങ്ങനെ അദ്ദേഹം ചോദിച്ച ചോദ്യം മഹാനായ മുഹദ്ദിസായ അയ്യൂബ് സുഖ്തിയാനി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ മശായിഖന്മാർ ആരൊക്കെയാണ് ചർച്ച. അപ്പോ അദ്ദേഹം ആ റജാ എന്നവർ അയ്യൂബ് സുഖ്തിയാനിയുടെ 13 ഉസ്താദന്മാരെ പേര് പറഞ്ഞപ്പോൾ ഇമാം ബുഖാരിയുടെ മുണ്ടാകുന്നു, ഒന്നും പറഞ്ഞില്ല. അപ്പൊ റജാവിന് തോന്നി, കത് സ്വനഅശയ്യ, എന്തോ കാര്യമായ സംഗതി ചെയ്തിട്ടാണ് ഈ നിൽക്കുന്നത് ഞാൻ. കാരണം അയ്യൂബ് സുഖ്തിയാനിയുടെ 13ഓളം മശായിഖന്മാരെ പേര് ഞാൻ പറഞ്ഞല്ലോ. അപ്പോ റജാവ് പറയാണ്, യാ അബാ അബ്ദില്ലാ ഫാതക ഖൈറുൻ കസീർ. എന്നിട്ട് റജാ പറയാണ്, അബു അബ്ദുള്ള ഇമാം ബുഖാരിയുടെ പേരാണ്. ബുഖാരി ഇമാമായ അബു അബ്ദുള്ള എന്നവരെ നിങ്ങൾക്ക് ധാരാളം ഖൈർ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ലല്ലോ. അപ്പൊ ഇമാം ബുഖാരി വളരെ ആവേശത്തോടു കൂടെ അയ്യൂബ് റളിയല്ലാഹു അൻഹുവിന്റെ മശായിഖന്മാരിൽ നിന്ന് 7 പേര് പറഞ്ഞു. അവർക്ക് അറിയുന്ന 7 പേര് പറഞ്ഞു കൊടുത്തു. പിന്നെ അവർക്ക് അറിയാത്ത അയ്യൂബ് സുഖ്തിയാനിയുടെ 60 ഉസ്താദന്മാരുടെ പേര് പറഞ്ഞു കൊടുത്തപ്പോൾ റജാവിന് നാണം തീർക്കാൻ കഴിഞ്ഞില്ല. അവസാനം ഇമാം ബുഖാരി റജാ എന്നവരോട് ചോദിക്കുകയാണ്, കറുത്ത തലയെക്കെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിട്ടിയതായ ഒരു ഹദീസ് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് എത്ര സ്ഥലത്ത് കൂടെ കിട്ടിയിട്ടുണ്ട്? അവൻ പറഞ്ഞു, എനിക്ക് കിട്ടിയത് പോട്ടെ, എനിക്ക് എത്ര കിട്ടിയിട്ടുണ്ട് ചോദിച്ചു ഇമാം ബുഖാരിയോട്. ഇമാം ബുഖാരി പറഞ്ഞു, എനിക്ക് 40 മശായിഖന്മാർ വക്കൽ നിന്ന് ഹദീസ് കിട്ടിയിട്ടുണ്ട്, 40 ഹദീസായത് കിട്ടിയിട്ടുണ്ട്, 40 ഹദീസായി കിട്ടിയിട്ടുണ്ട്. അതാണ് കേട്ടതോട് കൂടെ തന്നെ റജാ എന്നവർക്ക് നാണം വരികയും വയബിസരീഖുഹു അവരുടെ വായയിൽ ഉമിനീർ വറ്റുകയും ചെയ്തു.
ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ധാരാളം ഹദീസുകൾ മനഃപ്പാടമുള്ളവരാണ്. വളരെ ഹദീസിൻ്റെ സനദുമായി ബന്ധപ്പെട്ട ഹദീസിൻ്റെ ഹിഫ്ള് എന്ന് പറയുമ്പോൾ വെറും മത്തിന് മാത്രമല്ല, അവരുടെ ഉസ്താദന്മാരും അവരുടെ ചരിത്രവും മുഴുവനായി പഠിക്കലാണ് ഹദീസിൻ്റെ ഹിഫ്ള്. ഒരു ദിവസം അന്നത്തെ വലിയ മുഹദ്ദിസായ ഫിരിയാബി എന്നവർ, ഇമാം ബുഖാരി പറയാണ്, ഞാൻ ഫിരിയാബിയുടെ സദസ്സിലാണ്. ഫിരിയാബി ഹദീസ് പറഞ്ഞു കൊടുത്തു. ഹദ്ദസനാ സുഫിയാനു അൻ അബി അറൂബ അൻ അബിൽ ഖത്താബ് അൻ അനസിൻ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യതൂഫു അലാ നിസാഇഹി ഫീ ഗസ്ലിൻ വാഹിദിൻ എന്നൊരു ഹദീസ് ഫിരിയാബി പറഞ്ഞു കൊടുത്തു. അപ്പം ആ സദസ്സിലുള്ള ഒരാൾക്കും അൻ അബി അറൂബ എന്ന് പറഞ്ഞ അബു അറൂബ ആരാണ്, അബുൽ ഖത്താബ് ആരാണ്, ഈ രണ്ട് റാവികളെ ആ സദസ്സിലുള്ള ഒരാൾക്കും അറിയില്ല. അപ്പൊ ഇമാം ബുഖാരി പറഞ്ഞു, അമ്മ അബു അറൂബ അംറുൻ, അബു അറൂബ എന്ന് പറഞ്ഞത് അംറാണ്. അബുൽ ഖത്താബ് എന്നവർ ഖത്താദ റളിയല്ലാഹു അൻഹുവിന്റെ കുഞ്ഞത്തരമാണ്. وكان الثوري فعولا لذلك. حدثنا سفيان സൗരിയാണല്ലോ. സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു വല്ലാതെ ഇങ്ങനെ ചെയ്യുന്നവരായിരുന്നു. വളരെ പേര് കേട്ട മഹാന്മാരുടെ പേരുകൾ ആ പേര് പറയാതെ അവരുടെ കുഞ്ഞത്തലമുറയിൽ പതിവായിരുന്നു. അങ്ങനെ ഏതൊരാൾ ഹദീസ് പറഞ്ഞാലും ആ ഹദീസിൻ്റെ ഓരോരോ റാവികളുടെയും പൂർണ്ണ ചരിത്രം ഇമാം ബുഖാരിക്ക് പറയാൻ കിട്ടുമായിരുന്നു. മുഹമ്മദ് ബിൻ അബി ഹാറ്റിം എന്ന മുഹദ്ദിസ് പറയാണ്, അവരുടെ സനദോട് കൂടെ അബുൽ അസ്ഗർ എന്നവരിലേക്ക് സനദ് മുത്തസിലാക്കി കൊണ്ട് പറയണെന്താ, സമർകന്ദിൽ 400 മുഹദ്ദിസീങ്ങൾ ഒരുമിച്ച് കൂടി 7 ദിവസം. അവരുടെ ലക്ഷ്യം എന്താ? ഇമാം ബുഖാരി കൊള്ളാത്തവനാണ്, പറ്റാത്തവനാണ്, ഈ പറയുന്ന അത്രയൊന്നുമില്ല എന്ന് വ്യക്തി തീർക്കാൻ വേണ്ടിയാണ്. 400 മുഹദ്ദിസീങ്ങൾ 7 ദിവസം ഇമാം ബുഖാരിയുമായി ചർച്ച. എന്താ? ഇമാം ബുഖാരിക്ക് വലിയ കഴിവൊന്നുമില്ല അത് വെച്ച് തീർക്കാൻ. കാരണം ഹുസ്സാദ് ഹാസിദീങ്ങൾ കണ്ണുകടിയുള്ളവർ ധാരാളം എന്നും ഉണ്ടാകും. അമ്പിയാക്കൾക്കുള്ളതുപോലെ തന്നെ മഹാന്മാരായ മശായിഖന്മാർക്കും ആരിഫീങ്ങൾക്കും മുഹദ്ദിസീങ്ങൾക്കും പണ്ഡിതന്മാർക്കും ഉണ്ടാകും. അങ്ങനെ അസൂയക്കാരായ 400ഓളം പണ്ഡിതന്മാർ അവർ ചെയ്ത പണി എന്താ? ഷാമികാരുടെ ഇസ്നാദ് ഷാമുകാരെ പറയുമ്പോൾ അവരുടെ ഇസ്നാദിനെ ഇറാഖുകാരെ ഇസ്നാദ് വെച്ച് കൊടുക്കും, ഇസ്നാദ് ഇറാഖിനെ ഷാമുകാരെ ഇസ്നാദിൽ വെച്ച് കൊടുക്കും, ഇസ്നാദുൽ ഹറമിനെ ഇസ്നാദുൽ യമനില്, അങ്ങനെ സനദ് മാറ്റി മത്തിന് പറയും. ഇങ്ങനെ അവർ ഇമാം ബുഖാരിയുടെ മേൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ഓരോരോ റാവികളും അവരുടെ പേര് പറഞ്ഞിട്ട് റസൂലുള്ളാഹിലേക്ക് ചേർത്തിയിട്ട് പിന്നെ കാല റസൂലുള്ളാഹി എന്ന് പറയുന്നത് മറ്റുള്ളവർ പറഞ്ഞതായിരിക്കും, ഈ സനദ് കൂടെ വന്നതാവൂല. അങ്ങനെ 7 ദിവസമുള്ള ചർച്ചയിൽ അവർക്കാർക്കും ഇമാം ബുഖാരിയുടെ വക്കൽ നിന്ന് ഒരു ചെറിയ തെറ്റ് പോലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. فمستطاعوا مع ذلك أن يتعلقوا عليه بسكتة لا في الإسناد ولا في المتن. ഇസ്നാദിലോ മത്തിനിലോ ഒരു ചെറിയ തെറ്റ് പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുപോലെ വളരെ പ്രസിദ്ധമായ സംഭവമാണ്, എല്ലാവർക്കും വരുന്ന സംഭവമാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ബഗ്ദാദിലേക്ക് ചെന്നപ്പോൾ വലിയ ഹദീസ് പണ്ഡിതന്മാരായ 100 മുഹദ്ദിസീങ്ങൾ അല്ലെങ്കിൽ ഹദീസിന്റെ ധാരാളം മുഹദ്ദിസീങ്ങൾ 100 ഹദീസുകൾ എടുത്തു.
100 മുഹദ്ദിഥീങ്ങളല്ല, 100 ഹദീസ് എടുത്തു 30 ആള്. എന്നിട്ട് അതിൻ്റെ മത്നുകളെയും ഇസ്നാദുകളെയും മാറ്റി. ഇത് ബഗ്ദാദിലെ സംഭവമാണ്. നേരത്തെ പറഞ്ഞ 400 ആൾ ഒരുമിച്ച് കൂടി സമർഖന്ദിലാണ് 7 ദിവസം ചർച്ച ചെയ്തത്. ഇത് വേറെ ബഗ്ദാദിലേക്ക് ഇമാം ബുഖാരി എത്തിയപ്പോൾ അവിടെയുള്ള മുഹദ്ദിഥീങ്ങൾ 100 ഹദീസുകൾ 30 ആള് 30 ഹദീസ് എടുത്തു. എന്നിട്ട് ഹദീസിൻ്റെ സനദ്, ഒരു ഹദീസിന് ഒരു സനദ് മത്തിന് മാറ്റി പറഞ്ഞു. അങ്ങനെ ഓരോരോ ഹദീസുകൾ 100 ഹദീസുകളുടെ സനദുകളെ മാറ്റി 30 ആള് 10 തോതിൽ പറഞ്ഞു. അങ്ങനെ അവർ ചെയ്തത് ആരാണ്? അവർ ഹദീസുകളെ എടുത്തു, സനദ് മാറ്റി, എന്നിട്ട് ആ മഹാന്മാരായ ഈ മാറ്റിയതായ മുഹദ്ദിഥീങ്ങളായി അറിയപ്പെടുന്നവരെല്ലാം വന്നത് അവർ ശിഷ്യന്മാരെ പറഞ്ഞയച്ചു. 10 ആളെ പറഞ്ഞയച്ചു. 10 ആളെ എടുത്ത് 30 ഹദീസ് നല്ല ഉഷാറിൽ എഴുതി പേപ്പറിൽ കൊടുന്ന് ഹദ്ദസനാ എന്ന് പറഞ്ഞ് എഴുതി അൻ റസൂലില്ലാഹി അന്നഹു ഖാൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുവരും. ഇമാം ബുഖാരിനെ പരിശോധിക്കുകയാണ്. ഇല്ലാത്ത പരിശോധനയാണ്. ആ സദസ്സിലാണെങ്കിലോ ധാരാളം ആളുകളുണ്ട്, ഒരു മത്സരമാണ്. ഇമാം ബുഖാരി അതിന് മാത്രമൊന്നും ഈ ജനങ്ങൾ പറയുന്ന അത്രയില്ല എന്ന് വെച്ച് തീർക്കാൻ വേണ്ടിയിട്ടുള്ള, ഇമാം ബുഖാരിയെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സദസ്സാണ്. അങ്ങനെ ധാരാളം ആളുകൾ, ബഗ്ദാദുകാരുണ്ട്, ഇറാഖുകാരുണ്ട്, ഖുറാസാൻകാരുണ്ട്, അടുത്ത പ്രദേശത്ത് ഹദീസ് ദാഹികളായ ധാരാളം ആളുകളുണ്ട്. അങ്ങനെ അവർ വന്നിട്ട് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഇരിക്കുന്നു. ഈ 10 ആളുകളിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് അദ്ദേഹത്തിൻ്റെ അടുക്കലുള്ള ആ 10 ഹദീസുകളും അതിൻ്റെ മത്നുകളും സനദുകളും മത്നുകളും വായിച്ചു. ഇമാം ബുഖാരി പറഞ്ഞു ലാ അരിഫുഹു, ഓരോന്ന് വായിക്കോളും പറഞ്ഞു ലാ അരിഫുഹു. ഒരാൾ വായിച്ചു കഴിഞ്ഞു 10 ഇമാം ബുഖാരി ലാ അരിഫുഹു എന്ന് പറയുമ്പോൾ അവിടെ സദസ്സിലുള്ള നിരീക്ഷിക്കുന്ന ആളുകൾ പറയും ഈ മനുഷ്യനെന്തോ തിരിനാളെന്നു തോന്നുന്നുണ്ട്. നേരെ മറിച്ച് ഒന്നും അറിയാത്തവനാണെങ്കിൽ എഴുന്നേറ്റ് പോകൂലേ, മുഖം മാറൂലേ, അതൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തോ അയാളുടെ അടുത്തുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇമാം ബുഖാരി അയാളോട് പറഞ്ഞു ലാ അരിഫു. ആദ്യത്തെ ആൾ 10 ഹദീസ് വായിച്ചപ്പോഴും ലാ അരിഫു, എനിക്കറിയില്ല. എന്നിട്ട് ഞാൻ അടുത്ത ആൾ വായിക്കുക. അങ്ങനെ ഓനും വായിച്ചു. അങ്ങനെ 10 ആളുകളും വായിച്ചു കഴിഞ്ഞു. ആ വായിച്ചു കഴിഞ്ഞതിന് ശേഷം 10 ആളും കഴിഞ്ഞപ്പോൾ ഇമാം ബുഖാരി ആദ്യത്തെ ആളിലേക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു നീ വായിച്ചത് ഇങ്ങനെയാണ്, അതിലുള്ള തെറ്റ് ഇന്നതാണ്, അതിൽ ശരി ഇങ്ങനെയാണ്, നിന്റെ സനദ് ശരിയാണ്, നീ അവസാനം വായിച്ച ഹദീസ് തെറ്റാണ്, ആ ഹദീസ് ഇങ്ങനെയാണ് വേണ്ടത്, ഇന്ന സനദിൽ കൂടെ ഇന്ന ഹദീസ് ഇന്ന രൂപത്തിലാണ് വന്നിട്ടുള്ളത് എന്ന് ഓരോരുത്തർ വായിച്ചു കൊടുത്ത് ചില മശായിഖന്മാരെ മാറ്റിയതുണ്ട്. അത് മുഴുവനും നേരെയാക്കി നീ പറഞ്ഞത് ഇങ്ങനെയാണ്, അവിടെ വേണ്ടത് ഇങ്ങനെയാണ് എന്ന് തിരുത്തി കൊടുത്തു. നീ ആദ്യം പറഞ്ഞത് ഇങ്ങനെയാണ്, രണ്ടാമത് വായിച്ചത് ഇന്നതാണ്, അതിലുള്ള തെറ്റിന്നതാണ്, അല്ല ശരി ഇങ്ങനെയാണ്. അങ്ങനെ ഓരോന്നും വളരെ വ്യക്തമായി വിശദീകരിച്ചു കൊടുത്തു. ജനങ്ങൾ മുഴുവനും ഇമാം ബുഖാരിയുടെ ഫള് കൊണ്ട്, മഹത്വം കൊണ്ട് സമ്മതിച്ചു. ഇവിടെ ഒരു പോയിന്റ് ഇബ്നു ഹജർ അസ്കലാനി തങ്ങൾ ഇത് ഉദ്ധരിച്ചു കൊടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്താ, ഒരു വിഷയത്തിൽ തെറ്റ് തിരുത്തുക എന്ന് പറയുന്നത് ഹാഫിളാവുമ്പോൾ എളുപ്പമാണ്. കാരണം ഇമാം ബുഖാരി ഹാഫിളാണല്ലോ. നീ പറഞ്ഞ തെറ്റാണ്, അതിങ്ങനെയാണ് പറയേണ്ടത് എന്ന് പറയാം. ബലിൽ അജബു മിൻ ഹിഫ്ളിഹിൽ ഖത്ത് അലാ തർതീബി മാ അലാ തർതീബി മാ അൽഖൗഹു അലൈഹി മിൻ മർറത്തിൻ വാഹിദ. ഹാഫിള് ഇബ്നു ഹജർ അസ്കലാനി പറയാണ്, ഇവിടെ അത്ഭുതം അവർ പറഞ്ഞതായ തെറ്റിന് ഒരു വട്ടം വായിച്ചപ്പോൾ തന്നെ ഹിഫ്ളാക്കി, എന്നിട്ട് നീ പറഞ്ഞ തെറ്റിന്നതാണ് എന്ന് 100 ഹദീസിനെ പറ്റി 10 ആളോടും വ്യക്തമായി പറഞ്ഞു കൊടുത്തു എന്ന് പറയുന്നത് വല്ലാത്തൊരു അത്ഭുതമാണ്. ഒരു ദിവസം
യൂസുഫിന് മൂസ അൽ മർവസി എന്ന് പറയുന്ന മഹാൻ പറയാണ്, ഞാൻ ബസ്രയിലെ ജുമാഅത്തള്ളിയിരിക്കുകയാണ്. ആ സമയത്ത് ഒരു വിളിയാളം കേട്ടു, യാ അഹ്ലൽ ലഖദ് ഖദിമൽ ബുഖാരി, ബുഖാരി ഇമാം മുന്നിട്ട് വന്നിരിക്കുന്നു എന്നുള്ളൊരു അനൗൺസ്മെന്റ് കേട്ടു. അങ്ങനെ എല്ലാവരും ഇമാം ബുഖാരിയെ കാണാൻ വേണ്ടി പോയി. ചെന്നപ്പോൾ എന്താ, ഒരു ചെറുപ്പക്കാരനാണ്. ലൈസ ഫീ ലിഹ്യതിഹി ബയാദുൻ, താടിയിൽ വെളുപ്പൊന്നുമില്ല, താടിയിൽ വെളുപ്പൊന്നുമില്ല, അല്ല കറുത്ത മുടിയുള്ള നല്ല ബാല്യക്കാരനാണ്. അവർ നിസ്കരിക്കുന്ന, ഞാൻ ചെന്നപ്പോൾ ഒരു തൂണിൻ്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കുന്നുണ്ട്. അങ്ങനെ അവിടെയുള്ള പണ്ഡിതന്മാരെല്ലാവരും പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളെ വക്കൽ നിന്ന് ഒരു ഇംലാഇന് മജ്ലിസ് വേണം, നിങ്ങളുടെ അടുത്തുള്ള ഹദീസുകളെ ഞങ്ങൾക്ക് പറഞ്ഞു തരണം, അതിന് വേണ്ടി ഒരു സദസ്സ് വേണം. അങ്ങനെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവർക്ക് സദസ്സിനുള്ള സമയവും കൊടുത്തു, ഇന്ന സ്ഥലത്തായിക്കോട്ടെ എന്ന് നിശ്ചയിച്ചു കൊടുത്തു. അതോടുകൂടെ ആ നാട്ടിൽ മുഴുവനും ഇമാം ബുഖാരി ഹദീസ് പറയുന്നുണ്ട് എന്ന് പറയുന്ന വിവരം പറഞ്ഞു പ്രചരിപ്പിച്ചു. സമയമായി മുഹദ്ദിസീങ്ങളും ഹാഫിദീങ്ങളും ഫുഖഹാവും നുള്ളാർ, വാദപ്രതിവാദം നടത്തുന്ന ആളുകളും എല്ലാ വിഭാഗവും വന്നു. ഏകദേശം 1000കണക്കിന് ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഇംലാഇന് വേണ്ടിയിരുന്നു. ഇമാം ബുഖാരി പറഞ്ഞു കൊടുക്കുകയാണ്, അവർ കേൾക്കുക, തെറ്റ് ഒരു പറയാ, ഇന്ന തെറ്റുണ്ട്. ഇമാം ബുഖാരി അവരോട്, ബസ്രയിലുള്ള സംഭവം, അവരോട് പറഞ്ഞു, ഇംലായിൽ പ്രവേശിക്കുന്നതിന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ഹദീസുകൾ നിങ്ങളെ ഈ നാട്ടിലുള്ള മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നിങ്ങൾ എന്നോട് നിങ്ങൾക്ക് ഹദീസ് പറഞ്ഞു തരാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടാണ് ഞാനിവിടെ പറയാൻ ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്ന ഹദീസുകൾ നിങ്ങളുടെ ഈ നാട്ടുകാരായ മഹാന്മാർ പറഞ്ഞ ഹദീസുകളാണ്. പക്ഷേ ആ ഹദീസ് ഞാൻ പറയുന്ന നിബന്ധന പറയുന്ന സനദോടു കൂടെ നിങ്ങൾക്കതറിയില്ല. അപ്പം ആളുകളെല്ലാം നോക്കി, എന്താ പോയി പറഞ്ഞു, നമ്മളെ നാട്ടിലത്തെ മശായിഖന്മാരുടെ ഹദീസ് നമ്മക്കറിയില്ലാന്നോ, എന്ത് വിടലാണ് ഈ വിടുന്നതൊക്കെ പറഞ്ഞു. അങ്ങനെ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹദ്ദസനാ അബ്ദുല്ലാഹി ഇബ്നു ഉസ്മാൻ അൽ അതകിയു ബലദിയിക്കും قال حدثنا أبي عن شعبة عن منصور وغيره عن سالم بن أبي الجعد عن أنس رضي الله عنه أن أعرابيا جاء إلى النبي صلى الله عليه وسلم فقال يا رسول الله الرجل يحب القوم الحديث. حديث മുഴുവനാണ് വായിച്ചു കൊടുത്തു. നമുക്ക് ഓതാൻ പോകുന്ന ബുഖാരിയിലെ ഹദീസുകളാണ് അതെല്ലാം. എന്നിട്ട് ഹദീസ് വായിച്ചു കൊടുത്തതിന് ശേഷം പറഞ്ഞു, ഇമാം ബുഖാരി പറയാണ്, ശ്രദ്ധിക്കണം, യാ സുമ്മ ഖാല ഹാദാ ലൈസ ഇൻദകുൻ അൻ മൻസൂരിൻ ഇന്നമാ ഹുവ ഇൻദകും അൻ ഗൈരി മൻസൂർ. ഞാൻ ഇവിടെ നിങ്ങൾക്ക് ശുഅബ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസ്താദായി പറഞ്ഞു തന്നത് മൻസൂറിനെ തൊട്ടാണ്, പക്ഷേ നിങ്ങൾക്ക് മൻസൂറിനെ അറിയില്ല, നിങ്ങൾക്ക് മൻസൂർ അല്ലാത്തവരെ തൊട്ട് ഈ ഹദീസ് ശുഅബയെ അറിയുള്ളൂ. അങ്ങനെ അവർക്ക് കുറേ ഹദീസുകൾ ഈ രീതിയിൽ, നിങ്ങളെ നാട്ടുകാരനാണ് ഹദീസ് പറഞ്ഞിട്ടുള്ളത്, അത് അവരുടെ ഉസ്താദ് ഇന്നാളാണ്, അയാളെ തൊട്ട് നിങ്ങൾക്ക് ഹദീസ് കിട്ടിയിട്ടില്ല. അങ്ങനെ ഹദീസുകൾ ധാരാളമായി പറഞ്ഞു കൊടുത്തു. അവരെല്ലാവരും സമ്മതിച്ചു. അതറിയുന്ന ആളുകളുണ്ടായിരുന്നു. അവർ പറഞ്ഞു, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു മഹാനാണ്, അവരോട് എതിർക്കാൻ പോവണ്ട. ഒരു ദിവസം കാര്യമായ ഷെയ്ഖ് മുഹദ്ദിസ് അവരുടെ ഉസ്താദന്മാർ ഇമാം ബുഖാരിയുടെ അടുക്കലേക്ക്, ഒരു കാര്യമായ മുഹദ്ദിസ, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ഇമാം ബുഖാരിയുമായി ചർച്ചയ്ക്ക് വേണ്ടി ഇമാം ബുഖാരിൻ്റെ അടുത്തില്ലാത്ത ഹദീസ് അവരുണ്ടോ നോക്കാൻ വേണ്ടി പോയി.
ഇമാം ബുഖാരിക്ക് അവർ ഹദീസ് പറഞ്ഞപ്പം ആ ഹദീസ് ഇമാം ബുഖാരിക്ക് അറിഞ്ഞില്ല. അവർക്ക് വല്ലാത്ത സന്തോഷമായി, വലിയ സന്തോഷമായി. അവർ പറഞ്ഞു ഓടി ഉസ്താദിൻ്റെ അടുക്കലേക്ക്. ഉസ്താദിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഇമാം ബുഖാരിക്ക് അറിയാത്തൊരു ഹദീസ് നിങ്ങൾ പറഞ്ഞെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉസ്താദ് പറഞ്ഞ മറുപടി എന്താ അറിയോ? ഇമാം ബുഖാരിക്ക് അറിയാത്ത ഹദീസാണെങ്കിൽ ആ ഹദീസ് എനിക്കും അറിയില്ല, അത് ദഈഫാണ്. ബുഖാരിക്ക് അറിയുന്ന ഹദീസ് സ്വഹീഹ് ഹദീസ് ഉണ്ടാവുള്ളൂ. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്, ധാരാളം സംഭവങ്ങൾ അങ്ങനെയുണ്ട്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവരുടെ ഉസ്താദന്മാരുടെ ഇടയിൽ ഏറ്റവും ആദരിക്കപ്പെടുന്നവരും, ഉസ്താദുമാർ അവരുടെ ഗ്രന്ഥങ്ങൾ അവർ എഴുതി വച്ചത് ഇമാം ബുഖാരിക്ക് ഇട്ടുകൊടുക്കും. നീ ഇത് നോക്കണം, ഇത് നോക്കിയിട്ട് ഇതിൽ വല്ല തെറ്റുമുണ്ടെങ്കിൽ നീ തിരുത്തണമെന്ന് പറയും. ഇമാം ബുഖാരിയുടെ പ്രധാനപ്പെട്ട ഉസ്താദാണ് നേരത്തെ പറഞ്ഞ മുഹമ്മദ് ഇബ്നു സല്ലാമുൽ ബൈഖന്ദി എന്ന് പറയുന്നവർ. അവർ ഇമാം ബുഖാരി വരുമ്പോൾ അവൾ ഓരോരോ ഏട് കൊണ്ടുവന്ന് കൊടുക്കും, എഴുതി വെച്ച. ഉൻദുർ ഫീ കുതുബി ഫമാ വജദ്ത ഫീഹാ മിൻ ഖത്തഇൻ ഫദ്രിബ് അലൈഹി. എൻ്റെ കിതാബുകൾ നോക്കി, കിതാബ് നോക്ക്, അത് തെറ്റുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ വെട്ടിക്കാളാ. അപ്പോൾ ഈ മുഹമ്മദ് ഇബ്നു സല്ലാം എന്നവരുടെ ശിഷ്യന്മാരിൽപ്പെട്ട ഒരു കാര്യമായ ആള് ചോദിച്ചു, മിൻ ഹാദൽ ഫത്ത, മൻ ഹാദൽ ഫത്ത, മൻ ഹാദൽ ഫത്ത, ആരാണ് ഈ ഫത്ത, ഏതാണ് ഈ ചെറുപ്പക്കാരൻ, എന്താ ഇപ്പം ഇവർക്ക് ഇത്ര വലിയ പ്രത്യേകത? അപ്പോൾ ഉസ്താദ് പറഞ്ഞ മറുപടി എന്താ? ഹാദല്ലദീ ലൈസ മിസ്ലുഹു, അദ്ദേഹത്തിലേക്ക് മിസ്ലില്ല, അങ്ങനെയുള്ള ഒരാളാണ്, ഇതുപോലുള്ള ഒരാൾ ഈ ലോകത്തുണ്ടാവൂല. ഉസ്താദായ മുഹമ്മദ് ഇബ്നു സല്ലാം എന്നവർ പറയാണ്, ബുഖാരി ഇമാം എൻ്റെ അടുത്ത് കയറി വരുമ്പോഴൊക്കെ എൻ്റെ ഉള്ളിൽ ബേജാറാണ്, എനിക്ക് പേടിയാണ്. ഉസ്താദ് പറയാം, എനിക്ക് ബുഖാരി എൻ്റെ മുന്നിലേക്ക് കയറി വരുന്ന പേടിയാണ്. എന്താ? അവരുടെ വഹ്റത്തിൽ വെച്ച് തെറ്റ് വല്ലതും വന്ന് പോവോ എന്ന് ഭയപ്പെട്ടുകൊണ്ട്. കാരണം തെറ്റ് വന്നാൽ കണ്ടുപിടിക്കാനുള്ള അറിവ് അവർക്കുണ്ട്. ഒരു ദിവസം ലോകത്ത് ഇന്നും എന്നും അറിയപ്പെട്ട മഹാന്മാരിൽപ്പെട്ട മുഹദ്ദിസീങ്ങളിൽപ്പെട്ട ആളാണ് അബൂബക്കർ മദീനി. അവർ പറയാണ്, ഞങ്ങൾ ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹിയുടെ അടുക്കൽ ആയിരുന്നു ഞങ്ങൾ. അവിടെ ഇമാം ബുഖാരിയും ഉണ്ട് ആ സദസ്സിൽ. ഇമാം ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹി ഹദീസ് പറയുന്നു. ഹദീസ് അങ്ങനെ പറയുമ്പോൾ ആ ഹദീസിൻ്റെ സ്വഹാബിയിലേക്ക് എത്തിയപ്പോൾ ആ സ്വഹാബിയുടെ തൊട്ട് മുമ്പിലുള്ള താബിഈ, സ്വഹാബിയുടെ ശിഷ്യൻ അത്താഉനിൽ കഞ്ചാറാണി എന്ന ആളാ. അങ്ങനെ പോയപ്പോൾ ബുഖാരി ഇമാമിനോട് ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹി ചോദിക്കുകയാണ്, യാ അബാ അബ്ദില്ലാ ഐഷിൻ ഹാദാ കഞ്ചറാൻ, എന്താണ് അബൂ അബ്ദില്ല, ഇമാം ബുഖാരിയാണല്ലോ, എന്താണ് അബൂ അബ്ദില്ല ഈ കഞ്ചറാണി എന്ന് പറഞ്ഞ സാധനം എന്താണ്, അതെന്താണ്? ഹാദാ കഞ്ചറാണി, ഈ കഞ്ചറാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കാല, ഇമാം ബുഖാരി പറഞ്ഞു കൊടുക്കുകയാണ്, ഉസ്താദ പറഞ്ഞു കൊടുക്കുന്നത് എന്താണ് കഞ്ചറാണി എന്നുള്ളത്. ഖറിയത്തും ബിൽ യമൻ, കഞ്ചറാൻ എന്ന് പറയുന്നത് യമനിലുള്ള ഒരു നാടാണ്. കാന മുആവിയ റളിയല്ലാഹു അൻഹു ബഅസ ഹാദ സ്വഹാബിയ ഇലൽ യമൻ, ഈ ഹദീസിൽ പറഞ്ഞ സ്വഹാബിനെ യമനിലേക്ക് അയച്ചിരുന്നു മുആവിയ റളിയല്ലാഹു അൻഹു ഖലീഫയായ കാലത്ത്. അപ്പം ഈ സ്വഹാബിയുടെ വക്കൽ നിന്നാണ് അത്താഹ് ഈ ഹദീസിനെ കേട്ടത്. അതുകൊണ്ടാണ്
ഈ ഹദീസിൻ്റെ അവിടെ അത്താഇനിക്ക് കഞ്ചറാനി എന്ന് പ്രത്യേകമായി പറഞ്ഞത്. അപ്പം അതിനർത്ഥം കഞ്ചറാനിൽ നിന്ന് അത്താ ഹദീസ് കേട്ടത് എന്നാണ്. അത്താ വലിയ കാര്യമായ അത്താബിൻ റബാഹ് കാര്യമായ മുഹദ്ദിസുമാണ്, കാര്യമായ സ്വഹാബി മറ്റേ താബിയുമാണ്, വലിയ സൂഫിയുമാണ്. അപ്പം മുആവിയ റളിയല്ലാഹു അൻഹു ഈ ഹദീസിൽ പറഞ്ഞ സ്വഹാബിൻ്റെ കഞ്ചറാൻ എന്ന് പറയുന്ന യമനിലെ നാട്ടിലേക്ക് ആളയച്ചപ്പോൾ അവിടുന്ന് ഹദീസ് കേട്ട ആയത് കൊണ്ടാണ് അത്താഉനിൽ കഞ്ചറാനി എന്നാണ് പറഞ്ഞത് എന്ന് ഇമാം ബുഖാരി പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇസ്ഹാഖ് റാവഹി ബുഖാരിയോട് ചോദിക്കുകയാണ്, യാ അബാ അബ്ദില്ലാ കഅന്നക ശഹിദ്ദൽ ഖൗം, നിങ്ങൾ ആ സംഭവത്തിന് ഹാജരായതുപോലെ ഉണ്ടല്ലോ വിശദീകരണം കേൾക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെ എല്ലാ ഉസ്താദന്മാരും വളരെ അധികം ആദരിക്കുകയും ഉസ്താദന്മാർ പലവട്ടം ദുആ ചെയ്തു കൊടുത്തവരുമാണ്. അബൂബക്കർ ഇബ്നു അബീ ശൈബ ഇമാം ബുഖാരിയുടെ ഉസ്താദാണ്. മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ് നുമൈർ ഇമാം ബുഖാരി മറ്റൊരു ഉസ്താദാണ്. അവർ രണ്ടാളും ഖബറിയാണ്. മാ റഅയ്നാ മിസ്ല മുഹമ്മദ് ബിൻ ഇസ്മായിൽ, മുഹമ്മദ് ബിൻ ഇസ്മായിലുമായിട്ട് ഒരാളെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഈ അബൂബക്കർ ബിൻ അബീ ശൈബ ഇമാം ബുഖാരിയുടെ സഹീഹ് ബുഖാരി ധാരാളം ഇമാം ബുഖാരി ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ഉസ്താദാണ് അബൂബക്കർ ബിൻ അബീ ശൈബ. അവർ ഇമാം ബുഖാരിക്ക് പേരിടൽ ബാസിൽ എന്ന പേരാട്ട് കൊടുത്തിരുന്നു. ബാസിൽ, ബാസിൽ എന്ന വാക്കിനർത്ഥം എന്താ? പരിപൂർണൻ. ഉസ്താദ് കുട്ടിക്ക് പേരിട്ട് കൊടുക്കുകയാണ്, വിളിപ്പേര്, സ്ഥാനപ്പേര് അൽ ബാസിൽ, എന്താ? പരിപൂർണൻ. ഇമാം തുർമുദി ബുഖാരി ഇമാമിൻ്റെ ഗണങ്ങളിൽപ്പെട്ട പ്രധാനിയാണല്ലോ ഇമാം തുർമുദി. ആ ഇമാം തുർമുദി പറയാണ്, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ബിൻ മുനീർ എന്ന് പറയുന്ന മുഹദ്ദിസ്, കാര്യമായ മുഹദ്ദിസാണ് അബ്ദുല്ലാഹി ബിൻ മുനീർ. ഇമാം ബുഖാരി അവരെ തൊട്ട് ബുഖാരിയിൽ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമാം ബുഖാരിയുടെ ഉസ്താദാണ്. അവരെ വക്കൽ നിന്ന് ഇമാം ബുഖാരി ഹദീസ് കേട്ടു തിരിച്ചു പോകുമ്പോൾ ഉസ്താദ് വിളിച്ചിട്ട് ദുആ ചെയ്ത് കൊടുക്കുന്നുണ്ടോ, യാ അബാ അബ്ദില്ലാഹ് ജഅലകല്ലാഹു സൈന ആദിഹിൽ ഉമ്മ, അല്ലാഹ് അബൂ അബ്ദുല്ലാഹ് നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന്റെ അഴകാക്കട്ടെ. ഇമാം തുർമുദി പറയാണ്, ആ ദുആ അല്ലാഹ് സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ലോകത്ത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനമായ ഹദീസ്, അതിൽ വെച്ച് അസഹായ ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെ ചോദ്യമില്ല, അത് സഹിയാണോ അല്ലേ, ചോദ്യമില്ല. ലോകം മുഴുവൻ സമ്മതിച്ചു കഴിഞ്ഞു, ലോകം അങ്ങനെ സമ്മതിച്ചു. ബഹുമാനപ്പെട്ട ഈ ഉസ്താദ് അബ്ദുല്ലാഹി ബിൻ മുനീർ എന്ന് പറയുന്ന ഉസ്താദ് ഇമാം ബുഖാരിയുടെ അടുത്ത് പോയി ഹദീസ് പഠിക്കാൻ പോകും. എന്നിട്ട് പറഞ്ഞു, ഞാൻ ബുഖാരിൻ്റെ ശിഷ്യനാണ്, ഉസ്താദാണ്, കാര്യമായ ഉസ്താദാണ്. ഇമാം ബുഖാരി പലപ്പോഴും ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വയസ്സിലാണെങ്കിൽ ഇമാം ബുഖാരിനേക്കാളും കുറേ കൂടുതലുള്ള ആളാണ്. അവർ ഇടയ്ക്ക് ഇമാം ബുഖാരിയുടെ അടുത്ത് പോയിട്ട് ഹദീസ് ചോദിച്ച് പഠിക്കും. എന്നിട്ട് പറയും, ഞാൻ ബുഖാരിയുടെ അനമിൻ തലാമിദതിഹി. ഹാഫിള് ബിൻ അജ്മൽ അസ്കലാനി തങ്ങൾ പറയാണ്, ഈ അബ്ദുല്ലാഹി ബിൻ മുനീർ എന്ന് പറയുന്നത് ഇമാം ബുഖാരിയുടെ ശൈഖന്മാരിൽപ്പെട്ടവരാണ്. ഖുൽതു അബ്ദുല്ലാഹി ബിൻ മുനീർ മിൻ ശുയൂഖിൽ ബുഖാരി ഖദ് ഹദ്ദസ അൻഹു ഫിൽ ജാമി സ്വഹീഹ്. ജാമി സ്വഹീഹ് എന്ന് പറയുന്ന ഇമാം ബുഖാരിയുടെ സ്വഹീഹുൽ ബുഖാരിയിൽ ഈ ഹദീസ് വരെ തൊട്ട് അബ്ദുല്ലാഹി ബിൻ മുനീർ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള അബ്ദുല്ലാഹി ബിൻ മുനീർ പലപ്പോഴും ഇമാം ബുഖാരിയുടെ അടുക്കൽ പോയി ഹദീസ് പഠിക്കുകയും ഞാൻ ബുഖാരിന്റെ ശിഷ്യനാണെന്ന് വളരെ അന്തസ്സോടുകൂടെ പറയുമായിരുന്നു. മൂപ്പര് പലപ്പോഴും പറയുന്ന വാക്കാ ലം അറ മിസ്ലഹു, ഞാൻ ബുഖാരിന്റെ മാതിരി ഒരാളെയും കണ്ടിട്ടില്ല. അഹ്മദ് ഹംബൽ വഫാത്തായ അതേ കൊല്ലം വഫാത്തായ ആളാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ മുനീർ എന്നവർ.
അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഇമാം ബുഖാരിയുടെ ബർക്കത്ത് കൊണ്ട് നമ്മെ അല്ലാഹു ഹിദായത്തിലാക്കട്ടെ. അല്ലാഹു നാഫിയ ഇൽമു വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ.